ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള LED ഫ്ലാഷർ സർക്യൂട്ടാണ്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ റിവേഴ്സ് ബയാസ് യൂട്ടിലൈസ് ചെയ്താണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് BC548 NPN ട്രാൻസിസ്റ്ററാണ്. കൂടാതെ നമുക്കൊരു 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ ആവശ്യമാണ്. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഞാനിവിടെ 470 മൈക്രോഫാരഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് LED ഫ്ലാഷിംഗ് വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് 100 മൈക്രോഫാരഡ് യൂസ് ചെയ്താൽ ഫ്ലാഷിംഗ് വേഗത വർദ്ധിക്കുകയും 1000 മൈക്രോഫാരഡ്സ് യൂസ് ചെയ്താൽ ഫ്ലാഷിംഗ് വേഗത കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു LED ആണ്. ഞാനിവിടെ റെഡ് LED എടുത്തു എന്ന് മാത്രം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മറ്റു കളറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സർക്യൂട്ട് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബ്രെഡ് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോമൺ PCBയിലും ഇത് അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു PCB ഡിസൈൻ ചെയ്തും നമുക്ക് സർക്യൂട്ട് അസംബിൾ ചെയ്യാം. ഈ ട്രാൻസിസ്റ്റർ കൃത്യമായി ബ്രെഡ് ബോർഡിൽ അറ്റാച്ച് ചെയ്യുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കളക്ടർ, സെൻറ്ററിലുള്ളത് ബേസ്, റൈറ്റ് സൈഡിലുള്ളത് എമിറ്റർ. നമ്മൾ ഈ സർക്യൂട്ടിൽ കളക്ടറും എമിറ്ററും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഒരു 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് എമിറ്ററിൽ നിന്നും പോസിറ്റീവിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലീഡ് എമിറ്ററിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നെഗറ്റീവ് ലീഡ് നെഗറ്റീവ് സപ്ലൈയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് LED ആണ്. ഈ LED പോസിറ്റീവ് ലീഡ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കണക്ട് ചെയ്യുകയും നെഗറ്റീവ് ലീഡ് നെഗറ്റീവ് സപ്ലൈയിലേക്ക് കൊടുക്കുകയും വേണം. ഇവിടെ ഞാനൊരു കേബിൾ ഉപയോഗിച്ചിട്ട് LED നെഗറ്റീവ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ഒരു 12 വോൾട്ടിന് മുകളിലെത്തിയാൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 12 വോൾട്ടോ അതിനധികമോ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ 11.71 വോൾട്ടാണ് ഈ സർക്യൂട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പതിയെ വോൾട്ടേജ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 12.3 ആയിട്ടുണ്ട്, 12.48, 12.6. മൾട്ടിമീറ്റർ നോക്കിയാൽ നമുക്ക് വോൾട്ടേജ് കാണാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 13 വോൾട്ട് ആയപ്പോൾ തന്നെ LED ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.